ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 4.1-ലെ 4th ക്വസ്റ്റ്യൻ ആണ്. ദ അഡ്ജോയിനിങ് പൈ ചാർട്ട് ഗിവ്സ് ദ മാർക്സ് scored in an examination by a student in Hindi, English, Mathematics, Social Science and Science. If the total marks obtained by the students were 540, answer the following questions. ഒരു സ്റ്റുഡൻറ്റിന് ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് ആൻഡ് സയൻസ് ഈ സബ്ജക്റ്റിൻ്റെ മാർക്സാണ് തന്നിരിക്കുന്നത്. എത്രയാണ് ടോട്ടൽ മാർക്സ് കുട്ടി കിട്ടിയത്? 540. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ മാർക്ക് നമുക്ക് പൈ ചാർട്ടിൽ തന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ മാർക്കായിട്ടല്ല തന്നിരിക്കുന്നത്, അതിൻ്റെ സെൻട്രൽ ആംഗിളായിട്ടാണ് തന്നിരിക്കുന്നത്. മാർക്കിൻ്റെ സെൻട്രൽ ആംഗിളായിട്ടാണ് തന്നിരിക്കുന്നത്. സോഷ്യൽ സയൻസിന് 65 ഡിഗ്രി ഉണ്ടോ, സയൻസിന് 80 ഡിഗ്രി, ഹിന്ദിക്ക് 70 ഡിഗ്രി, ഇംഗ്ലീഷിന് 55 ഡിഗ്രി, മാത്തമാറ്റിക്സ് 90 ഡിഗ്രി. ഇപ്പോൾ സെൻട്രൽ ആംഗിളായിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ മാർക്സ് തന്നിട്ടുണ്ട് 540 എന്നുള്ളത്. മനസ്സിലായി? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സബ്ജക്ട് ഡിഡ് ദ സ്റ്റുഡൻറ്റ് സ്കോർ 105 മാർക്ക്? ഏത് സബ്ജക്റ്റിനാണ് ആ കുട്ടിക്ക് 105 മാർക്ക് കിട്ടിയത്? നമുക്കിവിടെ തന്നിരിക്കുന്നത് സെൻട്രൽ ആംഗിളിലാണ്. അപ്പോൾ നമുക്കറിയില്ല ഏത് സബ്ജക്റ്റിനാണ് അത് കിട്ടിയിരിക്കുന്നത് അല്ലേ, 105 മാർക്ക്. അപ്പോൾ അതൊരു ഹിൻഡ് തന്നിട്ടുണ്ട്, 540. ഫോർ 540 മാർക്സ് ദ സെൻട്രൽ ആംഗിൾ ഈസ് 360. ഇപ്പോൾ 540 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ടോട്ടൽ മാർക്ക്. ആ 540യുടെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഫോർ 105 മാർക്സ് വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ? 105ൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 105ൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. സെൻട്രൽ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ മുമ്പുള്ള പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ചെയ്തതാണ് സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പം ഇതിൽ മാർക്ക് ആയതുകൊണ്ട് മാർക്സ് അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിവൺ മാർക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഇപ്പോൾ ഇതിൽ മാർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗിവൺ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു എന്തുകൊണ്ടാണ്? സെൻട്രൽ ആംഗിൾ അല്ലേ, അപ്പോൾ 360 ഡിഗ്രി അല്ലേ, 360 ഡിഗ്രി. അപ്പോൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഗിവൺ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 360 ഡിഗ്രി. അപ്പോൾ ഇതിൽ ഗിവൺ മാർക്ക് നമുക്ക് തന്നിരിക്കുന്ന മാർക്ക് എത്രയാണ്? 105 ഡിവൈഡഡ് ബൈ അല്ലേ, 105 മാർക്കിൻ്റെ കണ്ടുപിടിക്കണ്ടേ, ബൈ ടോട്ടൽ മാർക്ക്. ടോട്ടൽ മാർക്ക് നമുക്ക് ഉണ്ട് 540 ഇൻറ്റു 360 അല്ലേ, 105 ഡിവൈഡഡ് ബൈ 540 ഇൻറ്റു 360. ഈ സീറോ ക്യാൻസൽ. ഇനി 54ഉം 36ഉം ഉണ്ട്. 54ഉം 36ഉം എന്തിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 90 ആണ് അല്ലേ. അപ്പോൾ ഇതും 9 6 ആർ 54, 9 4s ആർ 36. ഇനി 6ഉം 4ഉം ഡിവൈഡ് ചെയ്ത് പോകല്ലോ, 2 കൊണ്ട് നമുക്ക് വെട്ടാം അല്ലേ. 3 2s ആർ 6, 2 2s ആർ 4. അപ്പോൾ ഇവിടെ 105 ഡിവൈഡ് ബൈ 3, ഇവിടെ 2. ഇനി 105ഉം 3യും കൂടി വെട്ടിപ്പോവും. 3ഉം 10ഉം എത്ര? 3 3s ആർ 9. ബാലൻസ് ഒരു 1 ഉണ്ട് അല്ലേ. ഇവിടെ 15 വരും. 3യുടെ ഏത് മൾട്ടിപ്പിൾസിലാണ് 50 വരുന്നത്? 5. അപ്പോൾ 35 ഇൻറ്റു 3 105 ആണ്. അപ്പോൾ 35 ഇൻറ്റു 2 കിട്ടി അല്ലേ. ഇവിടെ 35, ഇവിടെ 35, പിന്നെ ഈ 2. 35 ഇൻറ്റു 2 = 70. സെൻട്രൽ ആംഗിൾ അല്ലേ, അപ്പോൾ ഡിഗ്രി 70 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടി? സെൻട്രൽ ആംഗിൾ 70 ഡിഗ്രി കിട്ടി. ഇനി നമ്മുടെ പൈ ചാർട്ടിലേക്ക് നോക്കിക്കേ. പൈ ചാർട്ടിൽ എവിടെയാണ് 70 ഡിഗ്രി വന്നിരിക്കുന്നത്?
70 ഡിഗ്രി. ആ 70 ഡിഗ്രി ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് ഏതാ? ഹിന്ദി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹിന്ദി. അല്ലേ, നമുക്ക് കിട്ടിയത് 70 ഡിഗ്രി. നമുക്ക് കിട്ടിയ ആൻസർ 70 ഡിഗ്രി. 70 ഡിഗ്രി വന്ന സബ്ജക്റ്റ് ഏതാ? ഹിന്ദി. 70 ഡിഗ്രി വരുന്ന സബ്ജക്റ്റാണ് ഹിന്ദി. അപ്പോൾ അതിൻ്റെ ആൻസർ ഇൻ വിച്ച് സബ്ജക്ട് ഡിഡ് ദ സ്റ്റുഡൻറ്റ് സ്കോർ 105? ഏത് സബ്ജക്റ്റിന് കിട്ടിയത്? ഹിന്ദി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ മാർക്സ് വർ ഒബ്റ്റെയിൻഡ് ബൈ ദ സ്റ്റുഡൻറ്റ് ഇൻ മാത്തമാറ്റിക്സ് ദാൻ ഇൻ ഹിന്ദി? ഹിന്ദിനെക്കാട്ടിലും എത്ര മാർക്സ് കൂടുതലാണ് മാത്തമാറ്റിക്സിന് കിട്ടിയത്? അപ്പോൾ ഹിന്ദിയുടെ മാർക്ക് എത്രയായിരുന്നു? 105. ഇനി നമുക്ക് ഇതിൽ നിന്നും മാത്സ് കണ്ടുപിടിക്കണം. മാത്തമാറ്റിക്സിന് മാർക്ക് കണ്ടുപിടിച്ചാലല്ലേ അതിന് എത്ര മാർക്സ് കൂടുതലെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്തമാറ്റിക്സിന് മാർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു മാർക്സ് ഓഫ് മാത്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 360 ചെയ്യാം. തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു മാർക്സ് ഓഫ് മാത്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 360. സെൻട്രൽ ആംഗിൾ എത്രയാണ് ഇരിക്കുന്നത്? മാത്സിൻ്റെ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രി. പ്രോബ്ലം ചെയ്യുമ്പോൾ 90 ഡിഗ്രിയുടെ ആവശ്യമില്ല. 90 ഈക്വൽ ടു മാർക്സ് ഓഫ് മാത്സിൻ്റെ മാർക്ക് എത്രയാണ്? നമുക്കറിയാൻ പാടില്ല അല്ലേ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മാർക്സ് ഓഫ് മാത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് 540 ഇൻറ്റു 360 അല്ലേ. ഇനി നമുക്ക് മാർക്സ് ഓഫ് മാത്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്സ് ഓഫ് മാത്സ് എന്നുള്ളത് അവിടെ തന്നെ ഇരിക്കട്ടെ. ബാക്കി നമുക്ക് ഈ ഡാറ്റാസ്, ഈ 540 360 നമുക്ക് ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ വരും 90 ഓൾറെഡി അവിടെ ഉള്ളതാണ്. ഈ 360 നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ വരും. 360 ഈ 360 ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ. ഈ 540 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. കാരണം ഇവിടെ ഡിവിഷനിലുള്ളത് 540, ഇവിടെ ഡിവിഷനിലുള്ളത്. അപ്പോൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. ഈക്വൽസ് മനസ്സിലായില്ലേ? അപ്പോൾ ഈക്വൽ സൈൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഡിവിഷനിലോട്ടാക്കി മാറ്റണം. അപ്പോൾ നമുക്കിവിടെ 360 മൾട്ടിപ്പിൾ ആണ് ചെയ്തിരിക്കുന്നത്. മാർക്സ് ഓഫ് മാത്സിനോട് മൾട്ടിപ്പിൾ അല്ല ചെയ്തിരിക്കുന്നത്. ആ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അതിനെ ഡിവിഷൻ്റെ സ്ഥാനത്ത് ഇരുത്തി നമ്മൾ 540 എന്നുള്ളത് ഇവിടെ ഡിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ നമ്മുടെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്താക്കി? മൾട്ടിപ്ലിക്കേഷനിലോട്ടാക്കി മാറ്റി. അപ്പോൾ 90 ഇൻറ്റു 540 ഡിവൈഡഡ് ബൈ 360. ഇനി 0 ക്യാൻസൽ. 54ഉം 36ഉം 90 ടേബിൾസിൽ കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 6 4 9 4s are 54 അല്ല 9 4s are 36 9 6 are 54. ഇനി ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. 2ഉം 3. ഇനി ഈ 2ഉം ഇതും വെട്ടിപ്പോവില്ലേ, ഇവിടെ താഴെയുള്ള 2ഉം ഈ മുകളിലത്തുള്ള 90 തമ്മിൽ. അപ്പോൾ 4 2s are 8, അതായത് 1 5 45 ഇൻറ്റു 3. എത്ര കിട്ടും? 135 ഈക്വൽ ടു എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്? മാർക്സ് ഓഫ് മാത്സ് അല്ലേ. മാർക്സ് ഓഫ് മാത്സ് ആണ് എത്ര? 135.
മാത്സിൻ്റെ മാർക്ക് 135, മാർക്സ് ഓഫ് ഹിന്ദി എത്രയാണ് 105. അപ്പോൾ രണ്ടും കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി മോർ മാർക്സ് വർ ഒബ്റ്റെയിൻഡ് ബൈ ദ സ്റ്റുഡൻറ് ഇൻ മാത്തമാറ്റിക്സ് ദാൻ ഇൻ ഹിന്ദി. അപ്പോൾ ഹെൻസ് ദ മാർക്സ് വർ ഒബ്റ്റെയിൻഡ് ബൈ ദ സ്റ്റുഡൻറ് ഇൻ മാത്തമാറ്റിക്സ് ദാൻ ഇൻ ഹിന്ദി ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ഈക്വൽ ടു 135 മൈനസ് 105. 135 100. അത് കൂടുതൽ മാർക്ക് ഏതായാലും മാത്സ് അല്ലേ. മാത്സിൽ നിന്ന് ഹിന്ദിയുള്ള നമ്മുടെ മാർക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എത്ര കിട്ടും? 0, 3, 30. അപ്പോൾ എത്ര മാർക്കാണ് കൂടുതൽ? 30 മാർക്സ്. ഹിന്ദിനേക്കാളും മാത്സിന് ആ കുട്ടിക്ക് 30 മാർക്സ് കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, examine whether the sum of marks obtained in social science and mathematics is more than that in science and Hindi. സോഷ്യൽ സയൻസിനും മാത്സിനും കിട്ടിയ മാർക്സിൻ്റെ സമ്മ് സയൻസിനും ഹിന്ദിക്കും കിട്ടിയ മാർക്സിൻ്റെ സമ്മിനേക്കാളും കൂടുതലാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്സ് കണ്ടുപിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം താഴെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റഡി ദ സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. എല്ലാത്തിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും മാർക്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്താലോ? അപ്പോൾ നമുക്ക് സം കണ്ടുപിടിക്കാം. സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഫോർ സോഷ്യൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. സെൻട്രൽ ആംഗിൾ സോഷ്യൽ സയൻസിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 65 ഡിഗ്രി. 65 പ്ലസ് മാത്തമാറ്റിക്സിൻ്റെ 90. ടോട്ടൽ 155 ഡിഗ്രി. ഇനി നെക്സ്റ്റ് സം ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഫോർ സയൻസ് ആൻഡ് ഹിന്ദി. സയൻസിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 80. ഹിന്ദിയുടെ 70. 150 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റത്തെ സോഷ്യൽ സയൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ഈസ് മോർ ദാൻ ദാറ്റ് ഇൻ സയൻസ് ആൻഡ് ഹിന്ദി. സയൻസ് ആൻഡ് ഹിന്ദിനേക്കാളും കൂടുതലാണോ സോഷ്യൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക്? അതെ അല്ലേ? മാത്തമാറ്റിക്സ് കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? രണ്ടും കൂടി സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സിന് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 155. ഇത് കൂട്ടുമ്പോൾ 150 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? എസ് ആണ്. എല്ലാം ശരിയാണ്, കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.